വളരെ വല്ലഭനാങ്കാരകൾ പോലെ പോലിംഗം മൊറേലിയാസ് സമയമിതല്ലോ മോറേലിയാസ് പടി നിൻ കൂടതലയായി പ്രാർത്ഥിക്കായി സ്തോത്രം ചൂടിയിടുന്ന രൂപവന്ദേ കൃപയേറ്റട്ടെ ഞങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ,
ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പുണ്യശ്ലോകനായ പെരുമ്പള്ളത്തിൽ മേനയുടെ ഓർമ്മയോടനുബന്ധമായിട്ടുള്ള ഈ വാഹന ഘോഷയാത്രയിൽ സംബന്ധിക്കുവാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യും. ആയതിനെ ആദിത്യം വഹിച്ച ഈ ഇടവകയെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ചും പുണ്യശ്ലോകനായ പെരുമ്പള്ളത്തിൽ മേനയുടെ ജന്മം രൂപീകരിക്കപ്പെട്ട ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും എല്ലാം രൂപം കൊണ്ടതുള്ള ഇടവക ഉൾപ്പെടെ പ്രദേശം പിന്നീട് നാളെയും ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് പുണ്യപിതാവിൻ്റെ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമാനം പ്രാർത്ഥിക്കുക. ആയതിനു വേണ്ടി കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഈ ഇടവകയോ പ്രത്യേകിച്ച് കോട്ടയം പ്രദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും പ്രിയപ്പെട്ട വിശ്വാസികളെയും നമുക്ക് ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. പുണ്യശ്ലോകനായ സംബന്ധിക്കുമ്പോൾ ഞാനത് പല സന്ദർഭങ്ങളിൽ ഓർമ്മിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ സവിശേഷതകൾ. ദൈവമാതാവിനോടുള്ള ഹൃദയം തുറന്ന വിശ്വാസം, ഭക്തി, അതുപോലെ തന്നെ പരിശുദ്ധനായ ഗീവർഗീസായിട്ടുള്ള ഭക്തി. ഏറ്റവും ഉപരിയായി അത് ഞാൻ പലപ്പോഴും വൈദികരോട് ഷെയർ ചെയ്യുന്ന കാര്യമാണ്. ജീവിതത്തിൽ എന്തെല്ലാം പറഞ്ഞിരുന്നാലും കണ്ണുനീര് കണ്ടാൽ മനസ്സരിയുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ പത്മഭായത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ കുർബാന മുമ്പ് ചെയ്യേണ്ടതായ അനുതാപത്തിൻ്റെയും വസ്തുക്കൾ വായിച്ച് മൗദ്യവിശ്വസ്ഥാനത്ത് പ്രാർത്ഥിക്കാൻ കുർബാന അർപ്പിക്കുവാൻ തോമസ് കയറുകയില്ല. ദൈവത്തെ പരിശുദ്ധ മാതാവിനെ യൂറിസനായി മധ്യസ്ഥനായി സ്വീകരിച്ച ആ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ. ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ പെരുന്നാൾ പങ്കുചേരുമ്പോൾ നാം കാണേണ്ടത് യേശുക്രിസ്തു ദൈവത്തിന് വേണ്ടി ജീവിച്ച ആ പുണ്യപിതാവിൻ്റെ ഓർമ്മയിൽ നാം പങ്കുചേരുമ്പോൾ ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുക. അദ്ദേഹത്തിലൂടെ അറിഞ്ഞിട്ട് ദൈവകൃപയാൽ ഈ പുണ്യപിതാവിൻ്റെ പ്രാർത്ഥന നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എന്ന് അനുഗ്രഹപ്രദമായി തീർന്നവയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലൂടെ ആദിത്യം നൽകിയ പ്രിയപ്പെട്ട ഇടവകയിലെ ഓരോ ദൈവങ്ങളോടും ഇതിൻ്റെ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ വികാരിമാരോടുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സന്തോഷത്തിനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പെരുമ്പള്ളി സെൻറ് ജോർജസ് പള്ളിയിലേക്ക് തെക്കൻ മദ്രാസ് പ്രതിനിധികളായി വന്നിട്ടുള്ള തീർത്ഥാടകർ ഇന്ന് ഈ പ്രിയപ്പെട്ട ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളേവരെയും ഈ പള്ളിക്കാര്യത്തിൽ നിന്നും സോപ്പാച്ചന്മാരെ, ബഹുമാനരായ വൈദികരെ, ഈ പുരാതനവും പ്രസിദ്ധവുമായ പണകാട് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ കൈക്കാരന്മാരെ, കമ്മിറ്റിക്കാരെ, മറ്റ് ഭാരവാഹികളെ, പുണ്യവാനായ തിരുപ്പള്ളി മാർ ഗ്രിഗോറിയോസ് ദേവനത്തിൻ്റെ 17ാമത്തെ ശ്രാദ്ധപെരുന്നാളിനോടനുബന്ധിച്ച് മഹാപരിശുദ്ധനായ ഏലിയാസ് ബാവായുടെ കബറിൽ നിന്നും
ദീപകൊളുത്തി രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു. യാത്ര തിരിച്ച് തിരുമേനിയുടെ മാതൃ ഇടവപ്പള്ളിയായ പുതുപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലും പുണ്യവാനായ യാക്കോബ തീമോത്തിയോസ് തിരുമനസ് കപ്പടങ്ങിയിരിക്കുന്ന പ്രബോധപുരം പള്ളിയിലും പോയി പ്രാർത്ഥിച്ച് ഈ ദേവാലയങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന മണ്ണാട് സെന്റ് മേരീസ് മർത്തോമറിയം കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബഹുമാനികളായ വന്യ കോറപ്പിസ്കോപ്പ് അച്ഛന്മാരും പള്ളി ഭാരവാഹികളും ചേർന്ന് ഞങ്ങൾക്ക് വരവേൽപ്പ് നൽകി ഈ തീർത്ഥാടന സംഘത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഞങ്ങൾക്കുള്ളതായ അകൈതവുമായ നന്ദി ഈ അവസരത്തിൽ ഈ പള്ളിക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വന്യ കോർപ്പിസ്കോപ്പ് അച്ഛന്മാരോടും കൈക്കാരന്മാരോടും ജനങ്ങളോടും കമ്മിറ്റിക്കാരോടുമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ലഘുഭക്ഷണം തന്ന് ഞങ്ങളെ സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനുള്ളതായ നന്ദി ഒരിക്കൽ കൂടി വിനയത്തോടെ അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അച്ഛൻ്റെ നന്ദി വാക്കുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും പരിശുദ്ധ കുർബാനയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ബാബായുടെ കബറിങ്കിൽ നിന്നും കൊളുത്തിയ ദീപയിൽ വഹിച്ചുകൊണ്ടുള്ള ദീപശിലാവാഹനമാണ്. പാവനനേ പരമേശ്വരനേ വാഴ്ത്തിയിടേണമേ കൃപയേകണേ. പാപത്തെ തീർത്തവനേ ഏതനാദാമിർക്കായി വീണ്ടവനേ സാദരം കുമ്പിട്ടു കൊണ്ടടിയാ മോദകരം സ്തുതി പാടിടുന്നു. ധനതത്വവാനായിട്ട് മഞ്ഞിരിക്കരയിൽ നിന്നും ഭാഗം ചെയ്ത് കബറടങ്ങിയിരിക്കുന്ന തിരുപ്പള്ളിയിലേക്കുള്ള അഭിനന്ദ പിതാവിൻ്റെ നല്ല സ്മരണയെ നിലനിർത്തുവാൻ ഒന്നുകൂടി ആ പിതാവിൻ്റെ നന്മകളെ ഓർക്കുവാൻ ഈ ദിവസം നമുക്ക് സാധ്യമാവുന്നതോർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ കൃതജ്ഞത അർപ്പിക്കും. ഈ പ്രയാണ യാത്രയിൽ ദീപശിഖയെ അനുഗമിക്കുന്ന വൈദിക ശ്രേഷ്ഠരോട് വളരെ വിനയപൂർവ്വം എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിനന്ദ തിരുവരി ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രവേശിച്ചിടുമീ സാക്ഷിയെയും വാരം സ്മോനമോനം പ്രോവൽ റൂഹോകാദീശോ ശുചിയുടെ ശുദ്ധ്യാവസ്കുതിച്ച സ്പർശിച്ചുള്ള വാദങ്ങൾ പൊങ്കൊത്യാനം ദ്വാരങ്ങൾ മാനവരത്ത് വസിക്കണം സ്തവൻ കാലസ്കുറിയനായി പരനിൽ ഭക്തിയമത്മഹായിൽ പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദലോകത്തിൽ പരിചോടികൾ ചേർക്കട്ടെ മാറക്കോ അവർക്ക് ഗണമേ മുഖകാന്തി കുറയോറാകൻ മേലെ ആചാര്യേശാശികാകുദാശരണർപ്പീച്ച ശ്രേഷ്ഠാചാര്യൻ ദേവുക പുണ്യം നാദാസ്തോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഡോക്ടർ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് തൂത്തുകുട്ടി ചാപ്പൽ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിൻ്റെയും ഫലമായി സഭയ്ക്ക് ലഭിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ചാപ്പൽ. അതുകൊണ്ട് തന്നെ പെരുമ്പഴ തിരുമേനിയോടുള്ള പ്രത്യേകമായ ആദരവും സ്നേഹവും എല്ലാ കാലവും ഈ ചാപ്പൽ സൂക്ഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമുക്കെപ്പോഴും കാവലത്തുണയും സംരക്ഷണവും ആയതുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്ന് പെരുമ്പള്ളിയിൽ നിന്ന് മഞ്ഞനിക്കരയിൽ നിന്ന് പെരുമ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്ന ദിവശികാരിക്ക് നേതൃത്വം കൊടുക്കുന്ന മധ്യ ഓർമ്മിസ്കോപ്പാശുപത്രി ബഹുമാനപ്പെട്ട അച്ഛനോടുമാണ് അതുപോലെ വന്നുകൂടി എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടെ ഈ ചാപ്പലിന് വേണ്ടി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുദിനമടിയങ്ങൾ തിരുമനസ്സിൻ അനുകൂലമല്ലാതെ പിഴ ചെയ്തു പോയി കനിവോടെ അനുതാപപ്പെടുമടിയാർ അനുഗ്രഹമരുളണേ അൻപുറ്റോനേ. മലങ്കര സഭയുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ വരദാനവുമായിരുന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി പ്രത്യേകിച്ച് അദ്ദേഹവുമായിട്ട് ഒരിക്കലെങ്കിലും ഇടപെട്ട ആളുകൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണെന്നതിലുപരി ഈ ദേശവും ഈ ദേശക്കാരും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് ഏറെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ്. ഈ ഇടവകയിലെ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും അതിലുള്ള കുഞ്ഞുങ്ങളിൽ പലരും പെരുമ്പള്ളി തിരുമേനി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ദമ്പതികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുള്ളതാണ് എന്നതിനാൽ തന്നെ ഈ ഇടവക ആ പുണ്യശ്ലോകനായ പിതാവിനെ നെഞ്ചോട് ചേർത്തെന്നും ഓർമ്മിക്കുന്ന ഒരു പിതാവാണ്. ഈ ഭദ്രാസനത്തിന്റെ ചുമതലയിലായിരുന്ന കാലത്തെല്ലാം തന്നെ ഈ ഇടവകയുടെ ഓരോ വളർച്ചയിലും ഇതിന്റെ എല്ലാ പ്രയാസങ്ങളിലും കൂട്ടായി നിന്ന് അനുഗ്രഹിച്ച ആ പുണ്യശ്ലോകനെ വിസ്മരിച്ചുകൊണ്ടൊരു കാര്യവും ഈ ഇടവകയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെരുമ്പള്ളിയുടെ അനുഗ്രഹമായി മോർ ജൂലിയോസ് ബാവ നിയമിച്ചാക്കിയ ആ സ്മരണയെ ഓർത്തുകൊണ്ട് മഞ്ഞനിക്കരയിൽ നിന്ന് ഈ ദീപശിഖ നിവർത്തിക്കപ്പെടുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും, സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രിയപ്പെട്ട മധ്യവർപ്പിസ്കോപ്പാച്ചൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരെയും പെരുമ്പള്ളി തിരുമേനിയെ കാണുന്നത് പോലെ ഞങ്ങൾ കാണുന്നു. നിങ്ങളുടെ വരവ് ഈ ഇടവകയെ ധന്യമാക്കിയിരിക്കുകയാണ്. അല്പം അസൗകര്യമുണ്ട് എന്നുള്ളത് ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നുണ്ട്. പക്ഷേ പള്ളിയുടെ പണികൾ നടക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ ക്രമീകരിക്കേണ്ടി വന്നത്. ഏതായാലും ഇതിലെ അസൗകര്യങ്ങളോട് ക്ഷമിക്കുക.
പുതുപ്പള്ളി സെന്റ് ജോർജ് സിംഹാസന പള്ളി പെരുമ്പള്ളി പള്ളിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ഇടവക പുണ്യവാനായ പെരുമ്പള്ളി തിരുമേനിയെ ഏറെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയമാണ്. പുണ്യപ്പെട്ട പിതാവിൻ്റെ ഓണപ്പെരുന്നാളിനോടനുബന്ധിച്ച് മഞ്ഞരിക്കരയിൽ രാവിലെ ദീപം കൊളുത്തി കോട്ടയം ഭദ്രാസനത്തിലെ പുതുപ്പള്ളി പള്ളി, തൃക്കോതപുരം പള്ളി, മണലാട് പള്ളി, തൂത്തുകുട്ടി ധ്യാന കേന്ദ്രം തുടങ്ങിയ ദേവാലയങ്ങളിൽ സന്ദർശിച്ച് ആ പുണ്യപ്പെട്ട ദേവാലയങ്ങളിൽ നിന്നുള്ളതായ സ്നേഹ ബഹുമാന ആദരവുകളും സ്വീകരണവും ഏറ്റുവാങ്ങി ഇപ്പോൾ കൺപള്ളി സെന്റ് ജോർജ് പള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്രയും ബഹുമാനപ്പെട്ട വികാരിയെ നമ്മളെ ഏറെ കരുതലോടും കൂടി നമ്മൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. വിശപ്പടക്കുന്നതിനുള്ള ഉച്ചഭക്ഷണം ഈ ബഹുമാനപ്പെട്ട പള്ളിക്കാരത്തിൽ നിന്നാണ് ക്രമീകരിച്ചു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടും ഈ പള്ളിയിലെ ട്രസ്റ്റി, കമ്മിറ്റിക്കാർ, ഇടവകങ്ങൾ എല്ലാവരോടുള്ളതായ നന്ദി പെരുമ്പള്ളി സെന്റ് ജോർജ് സിംഹാസന പള്ളിയുടെ പേരിൽ ഈ അവസരത്തിൽ വിനയപൂർവ്വം രേഖപ്പെടുത്തുന്നുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കപ്പെടുന്ന ഈ ദീപശിഖ പ്രയാണത്തിൽ ഈ ദേവാലയം പങ്കുചേരുകയും ഇവിടെ ഈ ദീപശിഖ പ്രയാണം ഇതുവഴി കടന്നു വന്ന് ഈ ദേവാലയത്തെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്തിൻ്റെ പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി, അതുപോലെ ഭക്തസംഘടനകൾ, അതുപോലെ എല്ലാ പള്ളിയുടെ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ഈ ഇടവക ഏറെ ആദരിക്കുകയും അതിനോടൊപ്പം ഈ ഇടവകയിലെ ആളുകളുമായി ഏറെ വ്യക്തിബന്ധം പുലർത്തുന്ന തിരുമേനിയുടെ ദുഃഖ്രോനും മറ്റേതൊരു ദേവാലയത്തെയും വ്യക്തികളെക്കാൾ ഉപരിയായി ഞങ്ങൾ ഏറ്റവും വിലമതിക്കുന്നതായിട്ട് കാണുന്നു. ആയതിനായിട്ട് ഈ ദീപശിഖ പ്രയാണം കടന്നു വരുന്ന വഴി ഈ ദേവാലയം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുവാൻ സന്നദ്ധമാണെന്ന് വന്നി കോർപ്പിസ്കോപ്പ അച്ഛനെ അറിയിക്കുക, അച്ഛനോടൊപ്പം വന്ന പള്ളി ഭാരവാഹികളെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതനുസരിച്ച് ഇതുവഴി കടന്നു വന്ന ഈ ദീപശിഖ പ്രയാണത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അതിനോടൊപ്പം നിങ്ങളോട് ഏവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്തു. വിശ്വാസം
പിരിവിക്കല്ലേ നിന്നാഥനുണ്ടാവേ നിന്മൂലമാർക്കാത്തിടവെങ്കിൽ ലോയായ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടും ഈ സാക്ഷിയും സഞ്ചോർ പള്ളിയുടെ ഭക്തിപരമായ സ്നേഹപരമായ വർഷങ്ങൾക്ക് മുമ്പ് ദിവസരീതിയിലേക്ക് കടന്നുപോയ ഉദ്ദേശവാസനായ പെരുവിളി തിരുവേദിയുടെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ഓമല്ലൂരിൽ നിന്ന് തീർത്ഥയാത്ര ഈ പരിശുദ്ധ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പെരുവിളി തിരുവേദിയെ സംബന്ധിച്ചിടത്തോളം 70കളിലെ സഭാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യത്തോടുകൂടെ എല്ലാം ഉപേക്ഷിച്ച് അനേക ലക്ഷങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച കടന്നുപോയ പ്രിയപ്പെട്ട പിതാവാണ് തിരുവേദിയെ പറ്റി ഓർക്കുമ്പോൾ ഇന്ന് സഭയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും എന്തെല്ലാം നമ്മൾ നേടിയാലും ആ തിരുവേദിയുടെ പ്രവർത്തനവും അനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് തിരുവേദിയെ നേരിട്ടറിയാവുന്നവർക്ക് ദൈവത്തിൻ ദാനവനായി കൃപയാലേ
പരിശുദ്ധാത്മ പ്രേരിതനാ കർത്തൻ തന്നുടെ വിളഭൂവിൽ പണി ചെയ്തോ രാജായ ശ്രേഷ്ഠ. ഈ ദൈവശിഖ പ്രയാണത്തിൽ സംബന്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ ദുഃഖങ്ങളെ ദുഷ്കാര്യങ്ങളെ നിങ്ങൾ നീക്കിക്കളയട്ടെ, നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആയത് ദൈവമാതാവായ മർത്തമറിയം അമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. എത്രയും മന്ദിരായ എപ്പിസ്കോപ്പന്മാരെ, ബഹുമാന്യരായ വൈദികരെ, സ്നേഹമുള്ള ശമാശന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ, അഭിനന്ദ പിതാവായ കാലം ചെയ്ത പെരുമ്പള്ളിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മഞ്ഞനിക്കര കബറങ്കിൽ നിന്ന് കൊളുത്തിയെടുത്തതായ ദീപശിഖ പ്രയാണം ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ചേർന്നപ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് പെരുമ്പള്ളിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ ശില്പിയായിരുന്നു അഭിനന്ദ പിതാവായ
പെരുമ്പള്ളി തിരുമേനി. എനിക്ക് 17 വയസ്സ് പ്രായം 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ശമാശനാകുന്നത്. ശമാശനായി പെരുമ്പള്ളിയിലുള്ളപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട ബേബി അച്ഛനും അതുപോലെ തന്നെ കോരയച്ഛനും ആ പ്രായത്തിലുള്ള ഈ ഇടവകയിലുള്ളവർക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ്. പെരുമ്പള്ളി പള്ളിയിലൊന്ന് വലിയ ജനക്കൂട്ടമാണ്. ശനിയാഴ്ചകളിൽ ഒന്നുകൂടുന്ന ആളുകൾ പോയി കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന പണം മുഴുവനും ചാക്കിൽ കെട്ടി വക്കീലന്മാരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 74, 75, 76, 80, 82 വരെയുള്ള കാലങ്ങളിൽ ഈ സഭയെ വലിയ തിരമാലകളാൽ ചുറ്റപ്പെടുവാൻ തക്കവണ്ണം, മൂടപ്പെടുവാൻ തക്കവണ്ണം കേസുകൾക്കുമേൽ കേസുകളായി വലിയ പ്രതിസന്ധിയെ ഓരോ ഇടവകയും അഭിമുഖീകരിക്കുമ്പോൾ പെരുമ്പള്ളി തിരുമേനി പെരുമ്പള്ളി ഇടവകയ്ക്ക് ലഭിക്കുന്നതായ പണം അത് ആ ഇടവകയുടെന്ന് കാണാതെ അത് സഭയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് കൊണ്ടാണ് അന്ന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. തിരുമേനിയുടെ വലിയ മനസ്സും സഭയോടുള്ള സ്നേഹവും അതറിയാവുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടുത്തുയർത്തിയ ഈ സഭ ഇന്ന് ഇത്രത്തോളമായി നിൽക്കുമ്പോൾ ഒരുപക്ഷെ അഭേദ തിരുമേനിയെ ഈ സഭ മറന്നുവെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റായിട്ട് പറയുവാൻ സാധ്യമല്ല. ഇന്ന് നാം കാണുന്ന ഈ സഭയെ ഈ വിധത്തിലാക്കി തീർക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടി അധ്വാനിക്കും. അതീവ ശ്രേഷ്ഠമായൊരു വ്യക്തിത്വമായിരുന്നു അഭിനന്ദ പിതാവായ പെരുമ്പള്ളി തിരുമേനിയുടെ. ആ തിരുമേനിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ നമ്മളൊരു ചെറിയ കൂട്ടമാണ് ഇവിടെ കൂടുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം ആ പുണ്യപിതാവിൻ്റെ അധ്വാനങ്ങളെ കാണുകയും വലിയ മനസ്സിനെ കാണുകയും ചെയ്ത് ഈ സഭയെ ആ പിതാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരമായി അനുഗ്രഹിക്കട്ടെ എന്ന് വിനയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ദീപശിഖ പ്രയാണം പെരുമ്പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ സാധിക്കുന്നത്രയും ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ കബറുകളിൽ വന്ന് പ്രാർത്ഥിച്ച് തിരികെ പോകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്നത് അനുഗ്രഹകരമായിരിക്കുമെന്ന് വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹകരമായതിൻ്റെ വലത് കിടന്നിട്ടി നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുമ്പള്ളി
വിശ്വാസം മലങ്ങള മക്കൾ